ഇന്നത്തെ ലവ് സ്റ്റോറിക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഗൈസ്. ഇന്ന് അവരുടെ ഫസ്റ്റ് ഇയർ ആനിവേഴ്സറി ആണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഹാപ്പി ആനിവേഴ്സറി ഡിയേഴ്സ്. 1 ഇയർ ആനിവേഴ്സറി ആണ് അവരുടെ. അപ്പോൾ ഹാപ്പി ആനിവേഴ്സറി. സോ ഇനി എന്തായാലും ഞാൻ സ്റ്റോറി വായിക്കാം കേട്ടോ. ഞാനിപ്പോൾ കോളേജ് സെക്കൻഡറി സ്റ്റുഡൻ്റ് ആണ്. നമ്മുടെ ലവ് സ്റ്റോറി കിടക്കുന്നത് 2 ഇയേഴ്സ് ബാക്കാണ്. ഞാൻ പുറത്തായിരുന്നു 10th വരെ പഠിച്ചത്. പിന്നെ 11th and 12th ആണ് നാട്ടിൽ വന്നത്. അപ്പോൾ അവനെ കണ്ടുമുട്ടുന്നത് 11th ആയപ്പോഴായിരുന്നു. ടെക്നിക്കലി 12th ബിക്കോസ് കൊറോണ കാരണം 11th ഓൾമോസ്റ്റ് ഫുൾ ഓൺലൈൻ ആയിരുന്നു. 11th ഓൺലൈൻ ആയപ്പോൾ എനിക്കൊരു ഫ്രണ്ടിനെ കിട്ടി. അവൻ്റെ ഫ്രണ്ടായിരുന്നു നമ്മുടെ നായകൻ. അപ്പോൾ എൻ്റെ ഈ ഫ്രണ്ട് ഇടയ്ക്ക് നായകനെ പറ്റി പറയുമായിരുന്നു. അല്ലാതെ നമ്മൾ ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല 11th 12th സ്റ്റാർട്ടിങ്ങിലും. അപ്പോൾ 12th എല്ലാവരുടെയും കൂടെ ഒന്ന് മിങ്കിളായപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് എന്നോട് വന്നിട്ട് പറയുന്നത് നായകൻ നമ്മുടെ ക്ലാസ്സിലെ പെൺകുട്ടിയോട് ഇഷ്ടമുണ്ടെന്ന്. അപ്പോൾ വേറെ പിള്ളേർ അവളോട് പറഞ്ഞിട്ടു അവളൊരു പോസിറ്റീവ് റെസ്പോൺസ് തന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് അവരെ ഒന്ന് സെറ്റാക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടാണ് അവൻ എൻ്റെ അടുത്തേക്ക് വരുന്നത്. ആ ടൈമിൽ നായകനോട് എനിക്കൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ക്ലാസ്സിലൊരു കുട്ടി മാത്രം. ഒരു കുട്ടി മാത്രമല്ല, ഫ്രണ്ട്സും ആയിരുന്നു. ഇങ്ങനെ ക്ലാസ്സിലെ ക്യൂട്ട് ബോയ്സിൻ്റെ നെയിംസൊക്കെ പറയാൻ പറഞ്ഞപ്പോൾ ഞാൻ നായകൻ്റെ പേരാണ് പറഞ്ഞിരുന്നത്. ക്യൂട്ട് ബോയ് എന്ന് മാത്രമല്ല, എൻ്റെ അനിയനെ പോലെയാണ് ഞാൻ നായകനെ കാണുന്നതെന്ന് കൂടി പറഞ്ഞിരുന്നു. കാരണം ഞാൻ ക്ലാസ്സിലെ എല്ലാ കുട്ടികളെ കാട്ടി ഒരു വയസ്സിന് എൽഡറായിരുന്നു. അപ്പോൾ ബാക്ക് ടു ദ പോയിന്റ്, നായകനെ അവൻ്റെ ഒപ്പം ആക്കാൻ വേണ്ടിയായിരുന്നു ഫസ്റ്റ് നമ്മൾ ഡയറക്റ്റ് സംസാരിച്ചത്. അപ്പോൾ അവൻ അവളെ ഇംപ്രസ് ചെയ്യാൻ കുറച്ച് ടിപ്സും പിന്നെ ധൈര്യത്തോടെ പറയാനും ഒക്കെ പറഞ്ഞു വിട്ടു. പിന്നെ നോക്കുമ്പോൾ നൈറ്റ് അങ്ങനെ ആയപ്പോൾ അവൻ്റെ ഒരു മെസ്സേജ് വന്നു. അവളോട് ഞാൻ ബസ്സിന് സംസാരിച്ചു. അവളോട് പറഞ്ഞപ്പോൾ പോസിറ്റീവ് ആൻസർ അല്ല കിട്ടിയത്. അവൾ ഫാമിലി അതിൽ നിന്നൊക്കെ പറഞ്ഞ് 3 ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് മോട്ടിവേറ്റൊക്കെ ചെയ്തു. ഇങ്ങനെ അവൾക്ക് ഇഷ്ടമാവുമെന്നൊക്കെ പറഞ്ഞ് ടൈം കൊടുക്കുന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. പിന്നെ ഒരു നോർമൽ ഫ്രണ്ടിനെ പോലെ ഇടയ്ക്ക് അവൾ ക്ലാസ്സിലെ കാര്യം, അവളുടെ കാര്യം, ഹോംവർക്ക് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ മെസ്സേജ് അയക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഞാനും അവളോട് സംസാരിച്ചൊന്ന് സെറ്റാക്കാനൊക്കെ ട്രൈ ചെയ്തിരുന്നു അവന്. പിന്നെ കുറച്ച് കഴിഞ്ഞ് നമ്മുടെ +2ൻ്റെ എക്സാമൊക്കെ വന്നു. അപ്പോൾ എല്ലാവരും ബിസിയായി. എല്ലാവരുടെയും കൂടെ എക്സാമിൻ്റെ ടോപ്പിക്സ് അല്ലാതെ വേറൊന്നും സംസാരിച്ചിട്ടില്ല. എനിക്ക് മാത്സ് എന്ന് പറഞ്ഞാൽ ഭ്രാന്താണ്. അപ്പോൾ അവന് മാത്സിൻ്റെ ഡൗട്ടൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഓൺലൈൻ ത്രൂ ക്ലാസ് ഒക്കെ ചെറുതായിട്ട് എടുത്തു കൊടുക്കുമായിരുന്നു. അപ്പം നമ്മൾ മെല്ലെ മെല്ലെ നല്ല ക്ലോസൊക്കെ ആവാൻ തുടങ്ങി. ക്ലോസായിട്ട് അങ്ങനെ ആണെങ്കിലും ലവ് ഓർ ഇഷ്ടം അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ എൻ്റെ ലൈഫിൽ എൻ്റെ ഫാമിലിയിലെ ബോയ്സ് അല്ലാതെ വേറൊരു ബോയായിട്ട് ഇത്ര ലെവൽ കംഫർട്ടബിൾ ആയത് ഇതിനൊപ്പമായിരുന്നു. അവനെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇന്നസെൻ്റാണ്. ഞാനെന്ന് പറഞ്ഞാൽ ഒരു വില്ലൻ ആറ്റിറ്റ്യൂഡൊക്കെയാണ്. ഈ ഇന്നസെൻസ് ആണോ അതോ അവൻ്റെ ഈ പറയുന്നത് കേൾക്കാനുള്ള മനസ്സോ അതോ ഈഗോ ഇല്ലാണ്ട് സംസാരിക്കുന്നതോ നല്ല മനസ്സോ അതോ ഇതെല്ലാമാണോ എനിക്ക് അവനോടൊരു ഇഷ്ടമോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ലൈക്കിങ് തോന്നാൻ കാരണമെന്ന് എനിക്കറിയില്ല. പക്ഷെ മെല്ലെ മെല്ലെ അവനോടൊരു സോഫ്റ്റ് കോർണർ തോന്നി തുടങ്ങി. 24/7 നമ്മളെല്ലാം നടക്കുന്നത് അപ്ഡേറ്റ് ചെയ്യുമായിരുന്നു. പക്ഷെ ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് നമ്മൾ ഫോണിൽ ഫുൾ ടൈം കുത്തിയിരിക്കുകയാണ്. ഇടയ്ക്ക് അപ്ഡേറ്റ് ചെയ്യും, പിന്നെ നമ്മുടെ കാര്യത്തിൽ ബിസി ആവും. അങ്ങനെ പിന്നെ നമ്മൾ +2 ഒക്കെ കഴിഞ്ഞ് എക്സാമൊക്കെ വന്നു, റിസൾട്ടൊക്കെ കിട്ടിയിട്ട് എനിക്ക് കോളേജിൽ അഡ്മിഷൻ കിട്ടി. തമിഴ്നാട്ടിലായിരിക്കും എൻ്റെ കോളേജ്. അപ്പോൾ അവിടെ പോകാൻ വേണ്ടിയിട്ട് എൻ്റെ നാട്ടിൽ നിന്ന് ഒരു മിഡ്നൈറ്റ് അങ്ങനെ ഞാൻ ട്രെയിൻ കയറി. ആ ടൈം എനിക്ക് അവൻ്റെ ഒരു ഡാൻസ് വീഡിയോ അയച്ചു തന്നു. ദ മൊമെൻറ്റ് എൻ്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തു. ഓഡിയൻസിന് ചിലപ്പോൾ കേൾക്കുമ്പോൾ ഒരു പൊട്ടത്തരായിട്ട് തോന്നുമായിരിക്കും. പക്ഷെ ആ മൊമെൻറ്റിലായിരുന്നു എനിക്ക് സ്ട്രൈക്ക് ചെയ്തത്. അവൻ അടിപൊളിയാണ്. അവൻ മൊത്തത്തിൽ അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവൻ്റെ ആളെന്ന് പറയുമ്പോൾ ഭയങ്കര ലക്കി ആയിരിക്കും. ഇത്ര നല്ല അവനെ ആർക്കും കിട്ടില്ല എന്നൊക്കെ എനിക്ക് തോന്നി. എൻ്റെ മൈൻഡിലൊരു ലവിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ തന്നെ ഞാനത് സ്റ്റോപ്പ് ചെയ്യാൻ നന്നായിട്ട് ശ്രമിച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ ഞാൻ തീരുമാനിച്ചു എനിക്ക് ഇവനെ മതിയെന്ന്. ലൈഫിൽ ഇതുവരെ റിലേഷനിലാവണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടില്ല. റീസൺ എന്ന് പറഞ്ഞാൽ പേടി, പിന്നെ ഈ ഫാമിലീൻ്റെ അടുത്ത് ഹൈഡ് ചെയ്യുക, പിന്നെ അപ്പോൾ വേണ്ടാന്ന് വെച്ചതാ അതൊക്കെ കൊണ്ടിട്ട്.
പക്ഷേ ഇവൻ്റെ കാര്യത്തിൽ എനിക്കെന്തോ മനസ്സിൽ തോന്നി ഈ റിലേഷൻഷിപ്പ് പാരൻസ് അറിഞ്ഞാൽ ഓക്കെ ആയിരിക്കും. അപ്പോൾ ഞാൻ തീരുമാനിച്ചു ഞാൻ ഇവനോട് ഇഷ്ടമുള്ള കാര്യമൊക്കെ പറയാം. ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട്. ഞാൻ എന്ന പേഴ്സൺ ഈ ഐ ലവ് യു, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, അങ്ങനെയൊക്കെ ഫസ്റ്റ് പോയി പറയുന്നത് എന്തോ ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. എൻ്റെ കോൺസെപ്റ്റിൽ ഒരു ലവ്, ഒരു സ്പാർക്ക് രണ്ടാൾക്കും തോന്നിയാൽ മാത്രമേ അങ്ങോട്ട് പറയാവൂ. അല്ലാണ്ട് ഒരു പേഴ്സണായിട്ട് പറഞ്ഞിട്ട് മറ്റേ പേഴ്സൺ ടൈം കൊടുത്ത് യെസ് പറയുന്ന കോൺസെപ്റ്റ് അത്ര ഇഷ്ടമല്ല. അപ്പോൾ പിന്നെ നമ്മുടെ ഒരു കോൺവെർസേഷൻസിലും ഞാൻ ഓരോ ഹിൻറ്റ് കൊടുത്തു. ആ പണ്ടത്തെ അവളെ അവൻ ആലോചിച്ചില്ല. ഞാൻ എൻ്റെ ആ ക്രഷിനെയും ഞാൻ ആലോചിച്ചിട്ടില്ല. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അവൻ്റെ പ്രിപ്പറേഷൻസിന് വേണ്ടിയിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്തു. അവിടെയാണെങ്കിൽ വീക്ക്ലി വൺസ് ഓർ ട്വൈസ് 1 hour ഫോൺ കൊടുക്കാറുള്ളൂ. ആ ടൈമിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജൊക്കെ അയക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഒക്കെ എനിക്ക് കൺഫേം ആയി ഒരു നോർമൽ ഫ്രണ്ട് എന്നതിലപ്പുറം ഈ ഹാർട്ട് ഇമോജിയൊക്കെ എപ്പോഴും ഇടുക, മിസ് യു എന്ന് എപ്പോഴും പറയുക, അതൊക്കെ സംതിങ് ഡിഫറെൻറ്റ്. പിന്നെ അവൻ്റെ ചേർന്നു. ഓക്കെ, അവിടെ ചേർന്നു. 2 weeks അങ്ങനെ ഫോൺ പിള്ളേരുടെ കയ്യിലായിരുന്നു. പിന്നെ ആയിരുന്നു ഫോൺ മേടിച്ച് വെച്ചത്. ആ 2 weeks ഒരു ദിവസം നൈറ്റ് നമ്മൾ സ്റ്റഡീസൊക്കെ കഴിഞ്ഞിട്ട് ചാറ്റ് ചെയ്യുമ്പോൾ അവൻ ഓൺലൈൻ ഓഫ്ലൈൻ അങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ റീസൺ എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അച്ഛൻ ചോദിക്കും ആരുടെ ഒപ്പം ആ ചാറ്റ് ചെയ്യുന്നതെന്നൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഫ്രണ്ടാണെന്ന് പറയണമെന്ന്. അപ്പോൾ അവൻ പറഞ്ഞു അത് സത്യമല്ലടോ, സത്യം പറയണമെന്ന്. അപ്പോൾ അങ്ങോട്ട് ഞാൻ പറഞ്ഞു അത് സത്യമാണ്, വേറെന്താ? അങ്ങോട്ടും ഇങ്ങോട്ട് കുത്തി ഞാൻ കുറേ ചോദിച്ചു. അപ്പോൾ ഞാൻ ലാസ്റ്റ് പറഞ്ഞു നിൻ്റെ അച്ഛനോട് പറ ഞാൻ നിൻ്റെ ഓളാണ്. ആ മൊമെൻറ്റിൽ എൻ്റെ ഹാർട്ട് ഭയങ്കരമായിട്ട് റേസായി. പക്ഷെ ഒരു പോസിറ്റീവ് റെസ്പോൺസാണ് വരുവാന്നായിരുന്നെങ്കിലും ഒരു പേടിയായിരുന്നു. എന്നിട്ട് അവൻ ചിരിക്കുന്ന ഇമോജി ഇട്ടു. എന്നിട്ട് സീരിയസ് ആണോ അതോ വെറുതെ പറഞ്ഞാണോ എന്ന് ചോദിച്ചു. അങ്ങനെ ആ നൈറ്റിൽ നമ്മുടെ ഇഷ്ടം തുറന്നു പറഞ്ഞു. എന്താണെന്നറിയില്ല, അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു എക്സ്പെക്റ്റഡ് ആയിരുന്നു അന്ന് നമ്മുടെ ഇഷ്ടം പറഞ്ഞത്, എനിക്കറിയില്ല. 22nd August ദിസ് മന്ത് അങ്ങനെ നമ്മുടെ ഒരു ഫസ്റ്റ് ഇയർ ആനിവേഴ്സറി ആകുവാണ്. ഇപ്പോൾ അവൻ്റെ റിപ്പീറ്റ് ചെയ്യുന്ന ഫോൺ അങ്ങനെ വീക്ക്ലി 2 times ഒക്കെ കിട്ടാറുള്ളൂ. അതും ഒരു 30 minutes എൻ്റെ ഒപ്പം കോൾ. എല്ലാം കൂടി ഈ 1 year ആൻഡ് നെക്സ്റ്റ് 1 year നമ്മുടെ ടോക്സ് ഇങ്ങനെ തന്നെ ആയിരിക്കും. ഒരു വീക്ക്ലി 1 hour ഒക്കെ മാക്സിമം പോയാൽ 2 hours. കേൾക്കുന്ന നിങ്ങൾ വിചാരിക്കും ഇത് നിങ്ങളെ അഫക്റ്റ് ചെയ്യുന്നില്ലേ, റിലേഷൻഷിപ്പിനെ അഫക്റ്റ് ചെയ്യുന്നില്ലേ എന്നൊക്കെ. അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇഷ്ടമില്ലേ ആളുടെ കൂടെ ഒരു റെസ്ട്രിക്റ്റഡ് ടൈം അല്ലാണ്ട് സംസാരിക്കാൻ പറ്റില്ല, നല്ല ടഫാണ്. പക്ഷേ ഈ ലാസ്റ്റ് 1 year നമുക്ക് നമ്മുടെ റിലേഷൻഷിപ്പ്, നമ്മുടെ ഫാമിലി, നമ്മുടെ സ്റ്റഡീസ് എല്ലാം മാനേജ് ചെയ്യാൻ പറ്റി. നോർമലി ഈ ഏജിലെ പിള്ളേരെ റിലേഷൻഷിപ്പിലായാൽ നമ്മുടെ സ്റ്റഡീസൊക്കെ ഭയങ്കരമായിട്ട് കുറയും. പക്ഷേ ഇവിടെ ആകെ കുറച്ച് നേരം നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. നമുക്കൊരു ഹെൽത്തി ആൻഡ് മെച്യൂർ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. 1 year ആയുള്ളൂ, നമ്മൾ അത്രയും മെച്യൂറും അല്ല. അതുകൊണ്ട് എത്ര ലാസ്റ്റ് ചെയ്യുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇപ്പോൾ ഈ മൊമെൻറ്റിൽ നല്ല ആഗ്രഹമുണ്ട് ഇതിങ്ങനെ നല്ല രീതിയിൽ ഫ്രണ്ടിലേക്ക് പോകാൻ, forever പോകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഈ 1 year, ഇനി 2 year, പിന്നെ 3 year, അങ്ങനെ foreverലേക്ക് പോകാൻ ഭയങ്കരമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഓൺഗോയിങ് ലവ് സ്റ്റോറി. എല്ലാവർക്കും ഇഷ്ടമായോന്ന് അറിയില്ല, പക്ഷേ എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു കുട്ടി മെസ്സേജ് ഈ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ഹാർഡാണ്. പക്ഷേ അതുകൊണ്ട് കിട്ടുന്ന ഹാപ്പിനെസ്സും വേറെ ലെവലിൽ. ഓരോ ചെറിയ മൊമെൻറ്റ്സിലും നമ്മൾ ഹാപ്പിനെസ് കണ്ടെത്തി. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റോറി. ലോങ് ഡിസ്റ്റൻസ് വന്നാൽ അത്ര ഈസിയുള്ള കാര്യമല്ല. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇവിടുന്ന് പറയുന്നതാണ് അവിടെ കേൾക്കുന്നതെന്ന് മനസ്സിലാവില്ല നമുക്ക് ചാറ്റ് ചെയ്യുമ്പോൾ. പിന്നെ സംസാരിക്കുമ്പോൾ വീഡിയോ കോൾ ആണെങ്കിലും കാണുമ്പോഴൊക്കെ നമുക്ക് സങ്കടമാണ്, നേരിട്ട് കാണാൻ പറ്റുന്നില്ലല്ലോ, അങ്ങനെയുള്ള ഭയങ്കര ഒരു സങ്കടമാണ്. പിന്നെ ഇഫ് യുവർ ലവ് ലാംഗ്വേജ് ഇസ് ഫിസിക്കൽ ടച്ച് ഓർ സംതിങ് ദാറ്റ് അഫക്ട്സ് യു മോർ. പിന്നെ ഈ ഒരു ഏജിൽ ഇത്രയും മെച്ചുറായിട്ട് കൊണ്ടുപോകാൻ പറ്റുകയെന്ന് പറയുന്നതും ലോങ് ഡിസ്റ്റൻസ് കൊണ്ടുപോകാൻ പറ്റുകയെന്ന് പറയുന്നത് അത് ഭയങ്കര ഒരു നല്ല കാര്യമാണ്. അപ്പം make sure that you don't make any problems in between. Go like this. You both meet soon. എനിക്കതൊക്കെ പറയാനുള്ളൂ. ലോങ് ഡിസ്റ്റൻസ് അറിയുമ്പോൾ തന്നെ എനിക്കൊരു വല്ലാത്ത പേടിയാണ്. ലൈക്ക് ഇറ്റ്സ് ടു ഹാർഡ്.
കാരണം ഐ നോ ദറ്റ് ഇവിടെ നിന്നൊരാൾ പറയുന്ന കാര്യം അവിടെ എപ്പോൾ എത്തും, ആ ഒരു കൺവേ ചെയ്യുന്ന മെസ്സേജ് അവിടെ എപ്പോഴായിരിക്കും മെസ്സേജ് വായിക്കുക അറിയത്തില്ല. ആൻഡ് ഞാൻ സംസാരിക്കാൻ വേണ്ടിയായിരിക്കും അവിടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ റെഡി ആയിരിക്കുമോ, കാണുന്നില്ലല്ലോ, നമ്മൾ കാണുന്നില്ല. അവിടെ ആൾ ബിസി ആയിരിക്കുമോ, ആൾ എന്തായാലും നമ്മുടെ മെസ്സേജ് ഓൺ ദ സ്പോട്ടിൽ റിപ്ലൈ തരില്ല, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടാവും. ആൻഡ് അതൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കും. നമുക്ക് പേഷ്യൻസ് എന്ന് പറയുന്ന സാധനം ഭയങ്കരമായിട്ട് വരും. ആൻഡ് യുനോ ഇറ്റ്സ് too heavy for a heart to maintain that. Anyway, fine. And bye bye guys, love you, take care.